Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഒരു 300 തൊട്ടിട്ട് മുകളിലേക്കുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഇരിപ്പുണ്ട്. സത്യത്തിൽ ഇതിനകത്ത് പലതിൻ്റെ റേറ്റൊക്കെ ഞാൻ മറന്നുപോയി. കുറച്ച് നാൾ കൊണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഒരു 3 months ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറം വേറൊരു പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം അതെനിക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ല ഓക്കെ ആയാലും ഞാനത് 3 months കഴിയുമ്പം ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും, ഇപ്പം മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും അതുപോലെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയാലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. സോ ഇതെല്ലാം ഒന്നും നാച്ചുറൽ അല്ല എന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ 3 മാസത്തിൽ കൂടുതലൊക്കെ യൂസ് ചെയ്യുമ്പം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. 3 മാസം കഴിയുമ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസറുകളാണ് കേട്ടോ ദേ ഈ ഇരിക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എനിക്കൊരു കോള് വരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു കോള് വന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഓഫ് കോഴ്സ് അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാതിരുന്നാലും അന്നേരമൊക്കെ എനിക്ക് കോള് വരാറുണ്ട്. സോ പോട്ടെ, നമുക്കത് സ്കിപ്പ് ചെയ്തോളാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ എന്താണെന്ന് കാണിച്ചത്. ഇതിനകത്ത് ഏതെടുക്കണം? ഇതെടുക്കാം. ഇത് സംഭവം പോൺസിൻ്റെ ഒരു, ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വേറെ പ്രോഡക്റ്റ്സ് ഒന്നും ഇതിനകത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ മിസ്സായപ്പോഴത്തേനും അത് പോയി. ഞാൻ ഏതൊക്കെയാണെന്നത് പിന്നെ പറയാം. അപ്പം ഫസ്റ്റ് വൺ നമ്മുടെ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സംഭവം ഉള്ളത് തന്നെയാണ് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. ദേ കണ്ടോ, സംഭവം കാലിയായി. ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് എനിക്ക് ദേവി തന്നതാണ്. ദേവിയുടെ സ്കിന്നിന് പറ്റാതെ, ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ സ്കിന്നിന് പറ്റുന്നതാണ് കേട്ടോ. ഇത് എല്ലാവരുടെയും സ്കിന്നിന് പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലുത് പോയി മേടിക്കില്ല. ചെറുത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വലുത് മേടിക്കാവുള്ളൂ. ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ജെൽ ടൈപ്പാണ്, ജെൽ മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ തന്നെ ക്രീം ബേസും അവൈലബിൾ ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് അതാണ് കേട്ടോ. എനിക്ക് ഈ ജെല്ലിനേക്കാളും കൂടുതൽ ഇഷ്ടം പോൺസിൻ്റെ ആ ക്രീം ബേസ് ആണ്. അതിൻ്റെ കയ്യിൽ തീർന്നു പോയി. പിന്നെ ഈ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ വേറെ വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കറക്റ്റ് ഒരു ജെല്ല് പോലെ തന്നെയാണ് വരുന്നത്. എൻ്റേത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റേത് നോർമൽ സ്കിൻ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റേത് ഓയിലി സ്കിൻ ആയിട്ടുണ്ട്. സോ ദേ കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ജെൽ ബേസാണ്. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നന്നായിട്ട് ഒബ്സർവ് ആവും കേട്ടോ. നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടോണറൊക്കെ അപ്ലൈ ചെയ്ത് അതിന് ശേഷമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുള്ളത്. നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നൊക്കെ, നമ്മുടെ ഈ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പം ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പോഴ്സൊക്കെ കുറേയൊക്കെ ക്ലോസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോഴായാലും വീട്ടിലൊക്കെ നിൽക്കുമ്പോഴായാലും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഡേർട്ട്സും അഴുക്ക് കാര്യങ്ങളൊന്നും വന്ന് കയറാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസും ആക്നെ കാര്യങ്ങളൊന്നും വരാതെ ഹെൽപ്പ് ചെയ്യും. സോ നല്ലൊരു കാര്യമാണ് ഈ മോയ്സ്ചറൈസർ. നിങ്ങൾ വേറെ എന്തല്ല ടോണറും മോയ്സ്ചറൈസറും പിന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുന്നത് സൺസ്ക്രീൻ, ഈ 3 ഐറ്റംസ് സ്കിപ്പ് ചെയ്യുക. വേറെ എന്ത് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ 3 ഐറ്റംസ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിന്നിൻ്റെ നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണിച്ചില്ല, വേണ്ടേ നമ്മുടെ ജെൽ ബേസ് ആയിട്ടുള്ള ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ജെൽ ടൈപ്പാണ്. ഭയങ്കര ഒരു ഫ്രഷ് ഫീല് തരാനായിട്ട് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു വൈപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ, സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന അറിയാൻ പറ്റുമല്ലോ. സോ അത് ഉണ്ടാവാറുള്ള കാര്യമാണ്. അതുകൊണ്ടിട്ട് ഡ്രൈ ആവാതെ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ. ഇത് തന്നെ വേണമെന്നില്ല, ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തത് നമ്മുടെ ഈ പോൺസിൻ്റെ ജെൽ ബേസാണ്.
പെട്ടെന്ന് ഒബ്സർവ് ആവും. എൻ്റെ സ്കിന്നിന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോർമൽ സ്കിന്നായിരുന്നു ആ സമയത്തും. ഇപ്പം എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഓയിലി സ്കിൻ പോലെ ആയിട്ടുണ്ട്. ഈ സമയത്തും ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, 2 ടൈമിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ടൈപ്പും നമ്മുടെ എന്താ ഡ്രൈ സ്കിന്നുകാർക്ക് ക്രീം ബേസ് പോലെയുള്ള മോയ്സ്ചറൈസേഴ്സും ആണെന്ന് തോന്നുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനെല്ലാം യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന കൂടുതലും ക്രീം ബേസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഓയിലി സ്കിന്നാണ്, എന്നാലും ക്രീം ബേസ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല, ഓക്കെ ആണ്. അതുകൊണ്ടിട്ട് ഫസ്റ്റ് വൺ നമ്മുടെ പോൺസിൻ്റെ ഇതിൻ്റെയൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുന്നു, കുഞ്ഞമ്മ വിളിക്കുന്നു. നെക്സ്റ്റ് വൺ ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഡെർമാക്കോൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 രൂപയാണ് കേട്ടോ. അതായത് 500 രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മേടിച്ച് 500 രൂപയ്ക്ക് നിങ്ങൾ ആദ്യം ഇത് പോയി മേടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. ഇത് എത്ര ml ആണ്? ഇത് 200 ml ആണ്. നമുക്ക് 50 ml 100 ml ഒക്കെ ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. 75 രൂപയ്ക്കേ വരത്തുള്ളൂ. അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലുത് മേടിച്ചാൽ മതി കേട്ടോ. ഇതെനിക്ക് ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഡെർമാക്കോൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4% 50 ഗ്രാം ആണ് കേട്ടോ. ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ടു സപ്പോർട്ട് സ്കിൻ ബാരിയർ. നമ്മുടെ സ്കിന്നിനൊരു ബാരിയർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഇതേണ്ടേ, ഒരു ക്രീം ബേസ് എന്ന് അല്ല, ഒരു ജെൽ ബേസ് തന്നെയാണ്. എന്നാൽ കൂടിയിട്ട് ഒരു ചെറിയൊരു ക്രീം ടെക്സ്ചറൊക്കെ ഉണ്ട്. പക്ഷേ ഇതും ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഒബ്സർവ് ആവും. ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. നമ്മൾ സാധാരണ എന്ത് പ്രൊഡക്ട്സ് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എടുക്കുന്ന എന്ത് പ്രൊഡക്ട്സ് ആയാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്മെല്ലും ഭയങ്കര മണമുള്ളതൊന്നും പോയി എടുക്കില്ല. പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മണമുള്ളതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊന്നും പോയി എടുക്കില്ല. അതിനകത്ത് കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നമ്മളൊരു മരുന്നൊക്കെ മേടിക്കുമല്ലോ, ആ ഒരു മണമാണ് കേട്ടോ ഇതിൻ്റെത്. ഇതിന് പക്ഷേ ഒരു സ്മെല്ലുണ്ട്, നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ചെറിയ മൈൽഡ് ആയിട്ടുള്ളൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ട്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ആ ഒരു ഫീല് തരുന്ന സ്മെല്ലാണ്. ഇതും പെട്ടെന്ന് ഒബ്സർവ് ആവും. സ്കിന്നിന് നല്ലൊരു എപ്പോഴും നന്നായിട്ട് ഒരു ജലാംശം സ്കിന്നിന് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 രൂപയാണ്. ഇതിൽ താഴെയുള്ള ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. 349 രൂപ 50 ഗ്രാം തൊട്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിൻ്റെ ഡെർമാക്കോൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് അവൾ മേടിച്ചിട്ടുള്ളത്. എൻ്റെ കൂടുതൽ ഐറ്റംസും മേടിച്ച് തരുന്നത്, എനിക്ക് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ മേടിയ സാധനങ്ങളാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 2 ഐറ്റംസും എനിക്ക് ദേവി വാങ്ങി തന്നതാണ് കേട്ടോ, ഇത് രണ്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ, എല്ലാവർക്കും ഇപ്പം എല്ലാ മോയ്സ്ചറൈസറും വാങ്ങാൻ പറ്റുമെന്നില്ല. എല്ലാവർക്കും എല്ലാ മോയ്സ്ചറൈസറും യൂസ് ചെയ്താൽ ചിലപ്പം എല്ലാവർക്കും സ്കിന്നിനെ സ്യൂട്ട് ആവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ അലോവേരേൻ്റെ. ഇത് ഹിമാലയൻ്റെ ആണ് കേട്ടോ. അലോവേരേൻ്റെ നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇത് ദുബായിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമുക്ക് ചെറിയ ബോട്ടിൽസ് വാങ്ങാൻ കിട്ടും. സോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നതും ഇതും ജെൽ ബേസ് ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അലോവേര ജെല്ല്. ഇത് പ്യുവറാണ്. ഇതേണ്ട കണ്ടോ, ജെൽ ബേസ് ആണ്. ഇത് കുറച്ച് ഒരു ഓയിലി ടെക്സ്ചറുണ്ട് ഈ ഒരു അലോവേരേൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിന്. ഇതിന് ഹിമാലയൻ്റെ, വേറെ എനിക്ക് അറിയത്തില്ല, ഹിമാലയൻ്റെ യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു ഓയിലി ടെക്സ്ചറുണ്ട്. മറ്റേത് രണ്ടും ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള പോൺസിൻ്റെ ആയാലും ഡെർമാക്കോൻ്റെ ആയാലും പെട്ടെന്ന് ഒബ്സർവ് ആവും. ഇത് ചെറുതായിട്ട് ഒരു നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം, ഒരു ഓയിലി ഒരു മിഴിമിഴാ സംഭവം ഉണ്ടല്ലോ, അതുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് മോയ്സ്ചറൈസർ വാങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അലോവേര ട്രൈ ചെയ്ത് നോക്കാം. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. അലോവേരേൻ്റെ മോയ്സ്ചറൈസർ നമുക്ക് സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ അലോവേര ആകുമ്പോഴത്തേന് ചെറിയൊരു പശ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഓയിലി സംഭവമുണ്ട്. പക്ഷേ ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.
എല്ലാ സ്കിന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് മെയ്ഡ് ഇൻ എവിടെയാ? ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതിൻ്റെത് മെയ്ഡ് ഇൻ UAE ആണ് കൊടുത്തിരിക്കുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ്. ഇത് ഞാൻ ഇവിടെ കണ്ടു, അതുകൊണ്ടിട്ടാണ് ഞാൻ മെയ്ഡ് ഇൻ നോക്കിയത്. ഇപ്പം കാണുന്നില്ല. മെയ്ഡ് ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എനിക്ക് കോള് വരുന്നത്, ഞാൻ പറയുന്ന വോയിസ് കട്ടാവുമോ എന്ന് എനിക്കറിയാൻ വയ്യ. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ 3 മോയ്സ്ചറൈസേഴ്സ് കൂടിയിട്ട് അവൈലബിൾ ആണ്, ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒലൈൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതേണ്ടേ, ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു പർപ്പിളിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. പർപ്പിളിന് മേടിച്ചപ്പോൾ 1190 എത്രയോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് 1900 സംതിങ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഓഫറിൽ എന്തോ കിട്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞിരുന്നാൽ മതി. ഇത് നൈറ്റ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഞാൻ മുന്നേ ഒലൈൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ, ഇതല്ല, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിൽ ഞാൻ മേക്കപ്പ് അത്യാവശ്യം കൂടുതൽ യൂസ് ചെയ്യുമല്ലോ. ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു കേട്ടോ, ഞാൻ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. ആ സമയത്ത് ഫേസിൽ നമ്മുടെ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസും അതുപോലെ തന്നെ കുറേ ഡാമേജസ് ഉണ്ടായിരുന്നു. അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇത് റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സംഭവം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് പക്ഷേ തോന്നുന്നു ഇത് മറ്റേ 30+ ആണെന്ന് തോന്നുന്നു കേട്ടോ. 30 വയസ്സിന് മുകളിലേക്കുള്ളവർക്കുള്ളതാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ടെക്സ്ചർ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ കടിച്ചൊക്കെയാണ് കേട്ടോ തുറക്കാറുള്ളത്. ഭയങ്കര പാടാണ്, അതുകൊണ്ടിട്ടാ, വേറൊന്നും വിചാരിക്കരുത്. വേണ്ടേ, കാണാമോ? ഈ ഒരു ക്രീം ബേസാണ് ഇതിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ വരുന്നത്. ഒരു വൈറ്റ് കളറിലെ മോയ്സ്ചറൈസറാണ്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഈ നമ്മുടെ കളേഴ്സോ കാര്യങ്ങളോ ഇല്ലാത്ത, ഇതുപോലെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സാണ് കേട്ടോ നല്ലത്. ഇത് നൈറ്റാണ്, ഇതിൻ്റെ ഡേയും അവൈലബിൾ ആണ് കേട്ടോ. ഇത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ സ്മെല്ല് എൻ്റെ കയ്യിൽ മറ്റേ അലോവേര ജെൽ എടുത്തപ്പോൾ അതിൻ്റെ സ്മെല്ല്, ഇതിന് സ്മെല്ലൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഇതൊരു ക്രീം ബേസാണ്. കുറച്ച് നമ്മളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒബ്സർവ് ആവും കേട്ടോ. കണ്ടോ, ഭയങ്കര ഒരു സ്മൂത്ത് ഫിനിഷാണ്. ഇത് നൈറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നൈറ്റ് ക്രീമാണ്, നൈറ്റ് മോയ്സ്ചറൈസറാണ്. സോ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒലൈൻ്റെ ഈ ഒരെണ്ണം. ഇത് ഞാൻ പറഞ്ഞ കണക്ക് 30+ ആണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ കൂടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓക്കെയാണ് സംഭവം. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഭയങ്കര സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്കിന്ന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ സ്മെല്ല് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ പാലുണ്ടല്ലോ, പാലിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല മോയ്സ്ചറൈസറാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ കണക്ക് പർപ്പിളിലൊക്കെ 1200 സംതിങ്ങിന് കിട്ടും കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1900 സംതിങ് ആണ് യഥാർത്ഥ റേറ്റ് വരുന്നത്. ഓഫറൊക്കെ അവൈലബിൾ ആകുമ്പോൾ ഇപ്പോൾ അതിന് ഓഫർ നടക്കുന്നത് 1200 സംതിങ്ങിന് മേടിക്കാൻ പറ്റും. ഭയങ്കര സ്മൂത്തായിട്ടിരിക്കും, നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ബാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം നന്നായിട്ട് സ്കിന്നിലേക്ക് ഒബ്സർവ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ആദ്യം കാണിച്ച 3 പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ കാണിച്ചിട്ടുള്ള എല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ഒരു സ്മൂത്ത് ഫിനിഷ് തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് വൺ നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. pH 5.5 ആണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ വരുന്നതും ഒരു ക്രീം ടെക്സ്ചറാണ് വരുന്നത്. നല്ല മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റേറ്റ് 599 രൂപയാണ്. 599 രൂപയ്ക്ക് എത്ര ml ആണ് വരുന്നത്? ഒരു 175 ml വരുന്നുണ്ട്. ഇതും ഒരു ക്രീം ടെക്സ്ചറാണ്. പക്ഷേ ഒരു ജെൽ ബേസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒബ്സർവ് ആയി പോകും. ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒലയുടെ ക്രീമിൻ്റെ കണക്ക് തന്നെ ഇതിന് ചെറിയൊരു സ്മൂത്ത് ഫിനിഷൊക്കെ നമ്മുടെ സ്കിന്നിന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ളൊരു മോയ്സ്ചറൈസറാണ്. സോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാം ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് കേട്ടോ എൻ്റെ ഒപ്പീനിയനിൽ. ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സൂപ്പർ മോയ്സ്ചറൈസേഴ്സാണ്. നെക്സ്റ്റ് വൺ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് സംഭവം എംബ്രിയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നോർമലി ആരും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കാണാം ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ്, കല്യാണം, ഇപ്പോൾ കാശി ബേബീൻ്റെ ബർത്ത്ഡേക്കും എല്ലാം എന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോഹന വിജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ്, ട്രിവാൻഡ്രത്തുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത് കേട്ടോ. ചേച്ചി എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. കല്യാണത്തിനും ഇപ്പം ദേ കാശിയുടെ ബർത്ത്ഡേക്ക് വന്നപ്പോഴും ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കാശിയുടെ ബർത്ത്ഡേക്ക് മുന്നേ ആണ് ഞാനിത് മേടിച്ച് വെച്ചത്. അപ്പോൾ ചേച്ചിയുടെ ഒരു സ്റ്റോറി കണ്ടിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി സ്റ്റോറി ഇട്ടേക്ക് കണ്ടിട്ട് ഞാൻ ഇത് വാങ്ങിയത്. അന്നെന്തോ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 75 ml ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. 2200 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. പക്ഷേ സാധനം സൂപ്പറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസർ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഒരു ക്രീം ബേസാണ് വരുന്നത് സംഭവം. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്, ഇത് നിങ്ങളാരും വാങ്ങണമെന്നില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്മെല്ല് വരുന്നത് ഒരു മെഡിസിനൽ സ്മെല്ലാണ് വരുന്നത്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രൈമറായിട്ടും മോയ്സ്ചറൈസറായിട്ടും അങ്ങനെയൊക്കെ അവരുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബാരിയറായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ഒരു മോയ്സ്ചറൈസറാണ്. സംഭവം നല്ലതാണ്. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാം. ഞാൻ സ്ഥിരം ഉപയോഗിക്കില്ല, കാര്യം ഇത്രയും റേറ്റ് കൊടുത്ത് മേടിച്ചുകൊണ്ടിട്ട് സ്ഥിരം യൂസ് ചെയ്ത് നാശമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടിട്ട് കണ്ടോ, ഒരു ചെറിയൊരു മുല്ലപ്പൂവിൻ്റെ ആണോ, ഒരു മരുന്നിൻ്റെ ഒരു മണമാണ് കേട്ടോ. ഒരു മെഡിസിനൽ മോയ്സ്ചറൈസർ എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം സൂപ്പറാണ്, നല്ല മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ എല്ലാം എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. ഒരെണ്ണം മാറ്റി നിർത്തി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം എനിക്ക് ഒരുപോലെയാണ്. എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മോയ്സ്ചറൈസേഴ്സാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ കണക്ക് 2000 സംതിങ് ആണ്. ഓഫറൊന്നും ഇല്ല ഇപ്പം അതിന്, ഈ റേറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നോക്കട്ടെ സൈഡിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.